Good afternoon all. Okay. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മെഡിക്കൽ എക്വിപ്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് 12 എക്വിപ്മെന്റ്സ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്, ഫ്ലോ മീറ്റർ വരെ. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത എക്വിപ്മെന്റ് നോക്കാം, സിറിഞ്ച് പമ്പ്. പിക്ചർ ആദ്യം ശ്രദ്ധിക്കാം കേട്ടോ, പിക്ചർ ഒന്ന് ഐഡന്റിഫിക്കേഷൻ ചെയ്യണേ. സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത് ചെറിയൊരു എക്വിപ്മെന്റ് ആണത്. അതിന്റെ ഒപ്പം തന്നെ ഒരു വലിയൊരു സിറഞ്ച് അതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, വലിയൊരു സിറഞ്ച് ഉണ്ട്. സിറിഞ്ച് പമ്പ് എന്ന് പറയുമ്പോൾ തന്നെ പിക്ചർ മനസ്സിലേക്ക് ഓർക്കുക, ഒരു വലിയൊരു സിറഞ്ച് അതിന്റെ ഒപ്പമുള്ള ഒരു പിക്ചറാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് സിറിഞ്ച് പമ്പ്. കേട്ടിട്ടുണ്ടോ സിറിഞ്ച് പമ്പ്? ആദ്യമായിട്ട് കേൾക്കണോ? ആദ്യം കേട്ടിട്ടില്ല? ഓക്കെ, നോക്കാം. സിറിഞ്ച് പമ്പ് കേട്ടിട്ടുണ്ട്. ഓക്കെ, a syringe driver or syringe pump is liquid infusion pump. Some consist of infuse and withdraw capability, used to administer gradually small amount of fluids without medications to a patient or for use in chemical and biomedical research. നോക്കാം, ഒരു സിറിഞ്ച് പമ്പ് അല്ലെങ്കിൽ സിറിഞ്ച് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ലിറ്റിൽ ഇൻഫ്യൂഷൻ പമ്പ് ആണെന്ന്. എന്താ ഇൻഫ്യൂഷൻ പമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഫ്യൂഷൻ പമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് എക്സ്പെഷ്യലി ഫോർ ക്രിട്ടിക്കൽ പേഷ്യൻസിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസ്, അതായത് ICUവിലോ അല്ലെങ്കിൽ വെന്റിലേറ്ററിലൊക്കെ അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവില്ലേ, അപ്പോ അവർക്ക് മീൻസ് തന്നെ എണീക്കാനോ അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റിരിക്കാനോ അനങ്ങാനൊന്നും പറ്റാത്ത തരത്തിലുള്ള പേഷ്യൻസ്, ഫുഡ് കഴിക്കാൻ പറ്റില്ല, നമുക്ക് മെഡിസിൻസ് നോർമലി നമ്മൾ കഴിക്കുന്നത് പോലെ കഴിക്കാൻ പറ്റാത്തവര് അല്ലെ, ICU ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള പേഷ്യൻസുകൾക്ക് നമ്മൾ ട്യൂബിലൂടെ ട്യൂബിലൂടെ അവർക്കുള്ള അതായത് കൃത്യമായിട്ടുള്ള അളവില് ഫ്ലൂയിഡ്സ് അല്ലെ, കൃത്യമായിട്ടുള്ള അളവില് ദ്രാവകങ്ങൾ കൃത്യമായ അളവിൽ പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിറിഞ്ച് പമ്പ് ഉപയോഗിക്കുന്നത്. അത് മെഡിസിൻ മാത്രമല്ല, അതിലൂടെ തന്നെ അവർക്ക് കൊടുക്കുന്ന ആഹാരങ്ങൾ, ഫുഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ട്യൂബിലൂടെ കൊടുക്കുന്ന പേഷ്യൻസിന് വളരെ ലിക്വിഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ, വളരെ നേർത്തൊരവസ്ഥയിലാണ് പേഷ്യൻസിന് നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സിറിഞ്ച് പമ്പ് ഉപയോഗിക്കുന്നത്. മെഡിസിനും അതുപോലെ തന്നെ മറ്റു ദ്രാവകങ്ങൾ, ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ്, അതായത് വളരെ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൃത്യമായിട്ടുള്ള അളവില് പേഷ്യൻസിലേക്ക് എത്തിക്കുന്നതിനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ സിറിഞ്ച് പമ്പ് ഉപയോഗിക്കുന്നത്. അത് കൂടുതലും ക്രിട്ടിക്കൽ ലെവലിലുള്ള പേഷ്യൻസിലേക്കാണ് അത് ഉപയോഗിച്ച് വരുന്നത്. ഇത് പുറമെ കാണാൻ ചാൻസ് കുറവാണ് ഈ ഒരു എക്യുപ്മെന്റ്. ദെൻ ICUവിലും വെന്റിലേറ്ററിന്റെ ഉള്ളിലായിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു എക്യുപ്മെന്റ് കൂടുതലായിട്ടും കാണുന്നത്. Then കൂടാതെ a patient for use in chemical and biomedical research, അതായത് ശാസ്ത്രീയമായിട്ടുള്ള എന്താ കെമിക്കൽ പരമായിട്ടുള്ളതും അല്ലെങ്കിൽ ബയോമെഡിക്കൽ റിസർച്ചുകൾ അല്ലെ ഗവേഷണങ്ങൾക്കും നമ്മൾ സിറിഞ്ച് പമ്പ് ഉപയോഗിക്കുന്നു. മെയിൻ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു ഇൻഫ്യൂഷൻ പമ്പ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. രോഗിയുടെ ദഹനനാളത്തിലോട്ട് അല്ലെ, അല്ലെങ്കിൽ രോഗി കഴിക്കുന്ന ആ ഒരു ട്യൂബ് വഴി കൃത്യമായിട്ട് പോഷകങ്ങളും മരുന്നുകളും മറ്റ് ഫ്ലൂയിഡ്സുകളും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം. എ സിറിഞ്ച് ഡ്രൈവർ ഓർ സിറിഞ്ച് പമ്പ് ഈസ് ആൻ ലിറ്റിൽ ഇൻഫ്യൂഷൻ പമ്പ്. അതായത് ട്യൂബിലൂടെ പേഷ്യൻസിന് മെഡിസിൻസും മറ്റ് പോഷകാഹാരങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ സിറിഞ്ച് ട്യൂബ് വഴി പേഷ്യൻസിന് നൽകുന്നത്. അത് പോസ്റ്റ് ക്രിട്ടിക്കൽ പേഷ്യൻസിനാണ് നമ്മൾ ട്യൂബ് വഴി കൊടുക്കുന്നത്. നമ്മള് ട്രാൻസ്ഫർ പേഷ്യൻസിൽ നാസോ ഗ്യാസ്ട്രിക് ട്യൂബ്, എൻഡോട്രയാക്കിൽ ട്യൂബ് ഓർക്കുന്നുണ്ടോ? പഠിച്ചത് പിക്ചറൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നതാണ്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അപ്പോ അതിലൂടെ ഫുഡ് കൊടുക്കുന്നു, മെഡിസിൻ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ നമ്മള്? ആ ഒരു സെയിം കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ പഠിച്ച കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് ഒന്ന് റിവൈസ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇടക്കിടക്ക് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഡിവൈസ് നോക്കാം, സ്റ്റെതസ്കോപ്പ്.
ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണല്ലോ സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് കാണാത്തവരാരെങ്കിലും ഉണ്ടോ? കാണാത്തവരുണ്ടോ കൂട്ടത്തില്? അറിയില്ല, എല്ലാവർക്കും അറിയാലോ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇതിന്റെ ഉപയോഗം? എന്താണ് മെയിൻ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സ്റ്റെതസ്കോപ്പിന്റെ? സ്റ്റെതസ്കോപ്പിന്റെ ഉപയോഗം എന്താണ്? സ്റ്റെതസ്കോപ്പിന്റെ ഉപയോഗം അതിന്റെ ഉപയോഗം ഉണ്ടോ? ഒന്നുമില്ല. ഉപയോഗം എന്താ? ഹാർട്ട് ബീറ്റ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. നോക്കാം, സ്റ്റെതസ്കോപ്പ്. The stethoscope is an auditory medical device for auscultation. Auditory എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓഡിറ്ററി, ഓഡിയോ, കേൾക്കുന്ന അല്ലെ, നമുക്ക് കേൾക്കാൻ ഒരു ശ്രവണ കേന്ദ്രീകൃതമാണത്. ഓഡിറ്ററി ആണ്, കാണാൻ പറ്റില്ല, വിഷ്വലില്ല, വീഡിയോ അല്ല, ഓഡിയോ ആണ്. ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ് മീൻസ് ശ്രവണ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മെഡിക്കൽ ഡിവൈസ് ആണ്. ഫോർ ഓസ്കൾട്ടേഷൻ. എന്താ ഓസ്കൾട്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിങ് മീൻസ് ആന്തരിക അവയവങ്ങൾ. ഓസ്കൾട്ടേഷൻ ആന്തരിക അവയവങ്ങളുടെ പരിശോധന. ഇന്ന് അതായത് നമ്മുടെ ഹാർട്ടും അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള നമ്മളുടെ ഉള്ളിലുള്ള ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ. The stethoscope is an auditory medical device for auscultation. അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റിലേക്ക് അണ്ടർലൈൻ ചെയ്യാട്ടോ. The stethoscope is an auditory medical device. ശ്രവണ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മെഡിക്കൽ ഡിവൈസ് ആണ്. ഫോർ ഓസ്കൾട്ടേഷൻ ആന്തരികമായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടിയിട്ട്, ആന്തരിക അവയവങ്ങൾ, ഇപ്പൊ നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് മറ്റും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓർ ലിസണിംഗ് ടു ദ ഇന്നർ സൗണ്ട് ഓഫ് ആൻ അനിമൽ ഓർ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയുടെയും അതുപോലെ തന്നെ അനിമൽസിന്റെയും ഇന്നർ സൗണ്ട് ഇതിലൂടെ നമുക്ക് ലിസൺ ചെയ്യാനായിട്ട് സാധിക്കുന്നു. It will have a small disc-shaped resonator. ഒരു ഡിസ്ക് ഷേപ്പിലുള്ള ഒരു റെസോണേറ്റർ ആണ് ഇതിലുള്ളത്. പിക്ചർ നോക്കാം കേട്ടോ. ഡിസ്ക് ഷേപ്പ് കണ്ടോ? ഒരു റെസോണേറ്റർ. റെസോണേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിധ്വനിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ ചെസ്റ്റിൽ ഈ ഒരു റെസോണേറ്റർ, ആ ഡിസ്ക് ആകൃതിയിലുള്ള ഒരു സംഭവമല്ലേ നമ്മുടെ ചെസ്റ്റിൽ വെക്കുന്നത്? ആണോ? ഡോക്ടർ പരിശോധിക്കില്ലേ? ഒരു ചെറിയൊരു ഡിസ്ക് ആകൃതിയിലുള്ളത് വെച്ചിട്ട് നമ്മുടെ ചെസ്റ്റിൽ വെക്കും അല്ലെ? അപ്പൊ അത് പ്രതിധ്വനിക്കുകയാണ്. റെസോണേറ്റർ എന്ന് വെച്ചാൽ പ്രതിധ്വനിക്കുക. അത് ആ വയറിലൂടെ നമ്മുടെ ഇയറിൽ, നമ്മുടെ ചെവിയിൽ രണ്ടത് ഘടിപ്പിച്ചിട്ടുണ്ടാകും അല്ലെ? അപ്പൊ അത് പ്രതിധ്വനിച്ച് നമ്മളുടെ ഇന്നറിലുള്ള ആ സൗണ്ട് നമ്മുടെ ഇയറിൽ കൃത്യമായിട്ട് പ്രതിധ്വനിച്ച് കേൾക്കാനായിട്ട് സാധിക്കുന്നു. It will have small disc-shaped resonator. കണ്ടോ? ചെറിയൊരു ഡിസ്കിന്റെ ഷേപ്പിലുള്ള ഒരു റെസോണേറ്റർ ഉണ്ട്. Is put against the chest. നമ്മുടെ ചെസ്റ്റിലാണ് അത് വെക്കുന്നത്. And two tubes connected to earpieces. രണ്ട് ട്യൂബുകൾ ഉണ്ട്. ഈ രണ്ട് ട്യൂബുകൾ നമ്മുടെ ഇയറിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ ഹെഡ്സെറ്റ് ഒക്കെ കുത്തില്ലേ, അതുപോലെ നമ്മുടെ ഇയറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. It is often used to hear sounds of the lungs and heart. നമ്മുടെ ശ്വാസകോശത്തിന്റെയും നമ്മളുടെ ഹാർട്ടിന്റെയും സൗണ്ട്സ് കൃത്യമായിട്ട് ഈ ഒരു ഉപകരണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതാണ് സ്റ്റെതസ്കോപ്പ്. ക്ലിയർ ആയോ? സിമ്പിൾ ആണ്. ഒന്ന് പിക്ചർ ഇത് ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് കാണുമ്പോൾ അറിയാലോ സ്റ്റെതസ്കോപ്പ്. ഓക്കെ, മനസ്സിലായോ? സ്റ്റെതസ്കോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്ററി ഡിവൈസ് ആണ്. ആന്തരിക അവയവങ്ങളുടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അനിമൽസിലും ഹ്യൂമൻ ബോഡിയിലും ഇന്നർ സൗണ്ട്സ് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതിന് ഒരു ചെറിയൊരു ഡിസ്ക് ഷേപ്പിയുടെ ഒരു റെസോണേറ്റർ ഉണ്ട്. അത് നമ്മുടെ ചെസ്റ്റിൽ വെക്കുമ്പോൾ രണ്ട് ട്യൂബുകൾ നമ്മുടെ ഇയർ പീസിലോട്ട് കണക്ട് ചെയ്യുന്നു. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഹാർട്ടിന്റെയും ലങ്സിന്റെയും സൗണ്ട്സ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഉറക്കത്തിലാണോ എല്ലാവരും? വലിയ ബോറിംഗ് ഇല്ലാത്തൊരു ചാപ്റ്റർ അല്ലേ? ഉറക്കം വരുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് എക്യുപ്മെന്റ് നോക്കാം. ക്രാഷ് കാർട്ട്. അപ്പൊ നമ്മൾ നേരത്തെ ട്രോളി പഠിച്ചപ്പോ നമ്മൾ അതിൽ പഠിച്ചിരുന്നു ക്രാഷ് കാർട്ട്, ട്രോളി എന്ന് പറഞ്ഞു അല്ലെ? നമുക്ക് ഇവിടെ വന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാന്ന് പറഞ്ഞു. അപ്പൊ നോക്കാം ക്രാഷ് കാർട്ട്.
It is known by other names like underline ചെയ്യാ ക്രാഷ് കാർട്ട് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് മാക്സ് കാർട്ട് or കോഡ് കാർട്ട്. കോഡ് കാർട്ട് ആൻഡ് മാക്സ് കാർട്ട്. ഓക്കെ, ക്രാഷ് കാർട്ട് തന്നെ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരാണ് കോഡ് കാർട്ട് അതുപോലെ തന്നെ മാക്സ് കാർട്ട്. A crash cart or code cart or max cart, it is set of trays, drawers and shelves or wheels used in hospital for transportation and dispensing of emergency medication equipment. പിക്ചർ നോക്കാം കേട്ടോ. ക്രാഷ് കാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ട്രോളി ആണ്, അതിന് 4 വീലുകൾ ഉണ്ട്, മൂവ് ചെയ്യിക്കാൻ പറ്റും, മൂവബിൾ ആണ്. അതുപോലെ തന്നെ ട്രേസുകൾ ഉണ്ട്, ഒത്തിരി ട്രേകൾ ഉണ്ട്, ഡ്രോയേഴ്സ് ഉണ്ട്. നിങ്ങൾ പിക്ചർ ശ്രദ്ധിക്കാതാണ്, ഡ്രോയേഴ്സ് ഉണ്ട്, ഷെൽഫുകൾ ഉണ്ട്. അപ്പൊ അത്യാവശ്യം എക്യുപ്മെന്റ്സുകളും മെഡിക്കേഷൻസ് ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ട്രോളിയാണ് ക്രാഷ് കാർട്ട് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? For transportation and dispensing emergency medication equipment at the site of medical surgical emergency. For life support protocols. Life support protocols വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? അതായത് ലൈഫ് സപ്പോർട്ട്, ഇതിന് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസുകൾ, ലൈഫ് സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള പേഷ്യൻസുകൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള എമർജൻസി ആയിട്ടുള്ള മെഡിക്കേഷൻസ്, മരുന്നുകൾ, അതുപോലെ തന്നെ എമർജൻസി ആയിട്ട് വരുന്ന എക്യുപ്മെന്റ്സുകൾ, ദെൻ സർജിക്കൽ എമർജൻസി കേസുകൾ വരില്ലേ, സർജറി കേസുകൾ, എമർജൻസി ആയിട്ടുള്ള സർജറി കേസുകൾക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസുകളും എക്യുപ്മെന്റ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രാഷ് കാർട്ട് ഉപയോഗിക്കുന്നത്. എമർജൻസി അണ്ടർലൈൻ ചെയ്യാട്ടോ. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിസ്പെൻസിംഗ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ ആൻഡ് എക്യുപ്മെന്റ്, അതും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, അതിന്റെ ഉപയോഗമാണ് കേട്ടോ. എമർജൻസി ആയിട്ടുള്ള വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ടോ? എല്ലാവർക്കും അങ്ങനെയാണോ? റിപ്ലൈ ഇല്ലല്ലോ. ബ്രേക്ക് ആവുന്നുണ്ടോ നിങ്ങൾക്ക്? കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടല്ലേ? ഓക്കെ, റേഞ്ചിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും കേട്ടോ. അത് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, ദെൻ നോക്കാം. അപ്പോ ക്രാഷ് കാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി ആയിട്ടുള്ള മെഡിസിൻസ്, മീൻസ് ലൈഫ് സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള, അതായത് ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എമർജൻസി മെഡിസിൻസുകളും അതുപോലെ തന്നെ എമർജൻസി ആയിട്ട് വരുന്ന എക്യുപ്മെന്റുകളും സർജിക്കൽ ആയിട്ട് വരുന്ന എക്യുപ്മെന്റ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രാഷ് കാർട്ട് ട്രോളി ഉപയോഗിക്കുന്നത്. ലൈഫ് സപ്പോർട്ട്, അതായത് ലൈഫ് സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള പ്രോട്ടോകോൾസുകൾ ACLS ആൻഡ് ALS. എന്താണ് ഫുൾ ഫോം? എഴുതി വെക്കാം കേട്ടോ, അതിന്റെ താഴെ തന്നെ എഴുതാം ACLS. കമന്റ് ചെയ്യാട്ടോ, സ്പെല്ലിംഗ് തെറ്റാണ് എഴുതണേ. ACLS എഴുതിക്കോളൂ കേട്ടോ. അഡ്വാൻസ്ഡ് കാർഡിയോ എഴുതിക്കോളൂ കേട്ടോ. അഡ്വാൻസ്ഡ് advanced cardiovascular life support ACLS കേട്ടോ. advanced cardiovascular life support. Then next ALS, advanced രണ്ട് ഫുൾ ഫോമുകളാണ്, കൃത്യമായിട്ട് നോക്കി എഴുതാം കേട്ടോ.
First one, ACLS, Advanced Cardiovascular Life Support. Then second one, ALS, Advanced Life Support. അതായത് കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജസുകളുള്ള പേഷ്യൻസ് ആണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സപ്പോർട്ട് ആവശ്യമാണ്. ചിലപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവരും ഓക്സിജന്റെ മാസ്കോട് കൂടി അങ്ങനെയുള്ളൊരു സാഹചര്യം വരുന്ന പേഷ്യൻസുകൾ സ്വന്തമായിട്ട് അവർക്ക് ശ്വസിക്കാൻ പറ്റില്ല, ഓക്സിജൻ സിലിണ്ടേഴ്സിന്റെ ആവശ്യമൊക്കെ വന്നേക്കാം. എഴുതിയെടുത്തോ? ACLS ആൻഡ് ALS ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അത്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? എഴുതിയോ? ഓക്കെ. നമ്മൾ പറഞ്ഞ മൂന്നെണ്ണം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സിറിഞ്ച്, പമ്പ്, സ്റ്റെതസ്കോപ്പ്, ക്രാഷ് കാർട്ട്. മൂന്ന് എക്യുപ്മെന്റ് പറഞ്ഞത് ഒന്ന് വായിച്ചു നോക്കാം, മനസ്സിലാക്കി വായിക്കാം കേട്ടോ. എളുപ്പമാണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു ചാപ്റ്റർ ആണത്. മസ്കുലാർ ആണ്. കാർഡിയോവസ്കുലാർ thoracic സർജറി എന്നൊക്കെ നമ്മൾ പറയില്ലേ, സെയിം കാർഡിയോവസ്കുലാർ. മൂന്ന് എക്യുപ്മെന്റ് വായിക്കാം കേട്ടോ. വായിച്ചിട്ട് നമുക്ക് അടുത്ത എക്യുപ്മെന്റിലേക്ക് പോകാം. മൂന്ന് എക്യുപ്മെന്റ് ആണെങ്കിൽ വായിച്ചു നോക്കുക. ടൈപ്പ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അത് തിരുത്താട്ടോ. കമന്റിലെ ചിലപ്പോൾ സ്പീഡിൽ അടിച്ചപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. കാർഡിയോവസ്കുലാർ എന്നാണ് കേട്ടോ. കാർഡിയോവസ്കുലാർ എന്നാണ്. ഓക്കെ, വായിച്ച് കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് എക്യുപ്മെന്റിലേക്ക് പോകാം. കംപ്ലീറ്റ് ചെയ്തില്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ നെബുലൈസർ. നെബുലൈസർ എന്ന് പറഞ്ഞ എക്യുപ്മെന്റ് ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഇപ്പോ ഓൾമോസ്റ്റ് ഒരു 80% ഓഫ് ആളുകളുടെ വീട്ടിലും അവൈലബിൾ ആണ് അല്ലെ? ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒത്തിരി പേരുടെ വീട്ടിൽ നെബുലൈസർ ഉണ്ടാവോ? എത്ര പേരുടെ വീട്ടിലുണ്ട് നെബുലൈസർ? ഒട്ടുമിക്ക വീടുകളിലും നെബുലൈസർ ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് അതിന്റെ ഉപയോഗം ആദ്യ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് മെഡിസിൻ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് വീട്ടിൽ തന്നെ എന്ത് ചെയ്യാം, നെബുലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നെബുലൈസ് ചെയ്യേണ്ടത്? എല്ലാ സുഖത്തിനും നെബുലൈസ് ചെയ്യാറുണ്ടോ? കോൾഡ്, ഓക്കെ. ബ്രീത്തിങ് പ്രോബ്ലംസ്, റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ആസ്മ അല്ലെങ്കിൽ കഫക്കെട്ട്, ചുമ അല്ലെ? ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെബുലൈസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. നെബുലൈസർ, ഇറ്റ് ഈസ് എ ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ്. മെഡിസിൻ വിതരണം ചെയ്യുന്ന ഒരു ഉപകരണമാണ് അല്ലെ? മെഡിസിൻ ആണ് നമുക്ക് ഡെലിവറി ചെയ്ത് തരുന്നത്. Used to give medication in the form of a mist. Mist എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? മിസ്റ്റർ. മറ്റേ ടിവിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു മിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആർക്കെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇപ്പോഴല്ല, കുറച്ച് നാളുകൾക്ക് മുന്നേ. മഞ്ഞ് എന്നാണ് അർത്ഥം അല്ലെ? മിസ്റ്റ് എന്ന് വെച്ചാൽ മഞ്ഞ്. ടിവിയിലെ പ്രോഗ്രാം ഞാൻ ജസ്റ്റ് ചോദിച്ചതുള്ളൂ കേട്ടോ. മിസ്റ്റ് ഡ്യൂ ഡ്രോപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടാന്ന് വെച്ചാ. അപ്പൊ മിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ് അല്ലെ? അതായത് നമുക്ക് ഈ ഒരു നിങ്ങൾക്ക് അറിയാൻ പറ്റും, നെബുലൈസർ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നെബുലൈസറിൽ കൂടി നമ്മൾ ഒഴിക്കുന്ന മെഡിസിൻ നമുക്ക് ഏത് ഫോമിലാണ് വരുന്നത്? ഒരു പുക പോലെയല്ലേ വരുന്നത്? അങ്ങനെയാണോ കാണുന്നത്? ഒരു മൂടൽ മഞ്ഞ് പോലെയല്ലേ വരുന്നത്?
ആണോ? ഉപയോഗിച്ചിട്ടുള്ളവർ പറയൂ ആൻസർ. ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ ഉപയോഗിക്കുന്നത്, അല്ലെ? ഒരു മൂടൽ മഞ്ഞ് പോലെയാണ് നമ്മൾ ഈ ഒരു മെഡിസിൻ നമുക്ക് കാണുന്നത്. ഇൻഹാലർ ഇൻടു ദ ലങ്സ്, നമ്മുടെ ലങ്സിനുള്ളിലോട്ട് ശ്വസിക്കുന്നത് ഒരു മൂടൽ മഞ്ഞിന്റെ ആ ഒരു രൂപത്തിലാണ്, ആ ഒരു ഫോമിലേക്കാണത്. Nebulizers are mainly used the treatment of underline ചെയ്യാ. Nebulizers are mainly used underline ചെയ്യാട്ടോ, treatment of cystic fibrosis, asthma, COPD and other respiratory disease or disorders. Cystic fibrosis. In the cystic fibrosis, കേട്ടിട്ടുണ്ടോ? Cystic fibrosis അതായത് നമ്മുടെ ലങ്സിന്റെ ഡിസോർഡർ ആണ്. നമ്മുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനങ്ങള് ശരിയായ രീതിയിൽ നടക്കാതെ വരുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ സൈറ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഒരു വൺ വേർഡ് പോലെ ഒന്ന് എഴുതി എടുത്തോളൂ കേട്ടോ. സൈറ്റിക് ഫൈബ്രോസിസ് അതിന്റെ താഴെ തന്നെ എഴുതിയാൽ മതി. സൈറ്റിക് ഫൈബ്രോസിസ്. ഇത് നാളെ നിങ്ങൾ വായിക്കുമ്പോൾ എന്താണെന്നൊരു ഐഡിയ കിട്ടില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒരു വൺ വേർഡിൽ എഴുതിയാൽ മതി. സൈറ്റിക് ഫൈബ്രോസിസ് പറഞ്ഞോട്ടെ, എഴുതാം. ഓക്കെ ആണോ? പറയട്ടെ. A disorder that damage your lungs. നമ്മളുടെ ലങ്സിനെ ഡാമേജ് ആക്കുന്ന ഒരു ഡിസോർഡർ, ശ്വാസകോശത്തിന്റെ പ്രവർത്തനം ശരിയായിട്ട് നടക്കാതെ വരുന്നൊരു അവസ്ഥ. A disorder that damage your lungs. ഇത്രയും മതി, ജസ്റ്റ് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കിക്കോളും. Then asthma, നിങ്ങൾക്കറിയാം. COPD ഫുൾ ഫോം എന്താ? COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും? ഓക്കെ. എന്ത് COPD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓക്സിജന്റെ ലെവല് നോർമൽ ലെവലിൽ നിന്നും കുറയുന്ന അവസ്ഥ. നോർമൽ സാച്ചുറേഷൻ റേറ്റ് എത്രയായിരുന്നു? ഇതൊക്കെ എപ്പോ ചോദിച്ചാലും പറയേണ്ട ആൻസറുകളാണ് കേട്ടോ. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റണം. 96 to 100 എപ്പോഴും ഞാൻ ചോദിക്കാറില്ല ഇത്. അപ്പൊ എപ്പോ ചോദിച്ചാലും ഇതിനൊക്കെ ആൻസർ കിട്ടിയിരിക്കണം. COPD എന്താണ്, അല്ലെങ്കിൽ നോർമൽ ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ബേസിക് ആണതല്ല. ദെൻ റെസ്പിറേറ്ററി ഡിസീസസ്, ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവയ്ക്കൊക്കെയാണ് നമ്മൾ നെബുലൈസർ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നെബുലൈസർ ഇനി ഇതിൽ കൂടുതലൊന്നും പഠിക്കാനില്ല. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. COPD ഫുൾ ഫോം എഴുതണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് അവിടെ സെപ്പറേറ്റ് പറയാനില്ല കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് എക്യുപ്മെന്റ് നോക്കാം. സ്റ്റീം ഇൻഹലേറ്റർ. ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഇനി ഓൾമോസ്റ്റ് എല്ലാവർക്കും ഭയങ്കര ബ്രേക്ക് ആയിട്ടൊട്ടും മീൻസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. സ്റ്റീം ഇൻഹേലർ പിക്ചർ നോക്കാം. സ്റ്റീം ഇൻഹേലർ, ഇതും എനിക്ക് തോന്നുന്നു നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഹൈലർ ആണ്, അല്ലെ? സ്റ്റീം ഇൻഹൈലർ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആവി പിടിക്കില്ലേ? ആവി പിടിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ കറണ്ടിൽ കുത്തിക്കൊണ്ട്, കറണ്ട് മീൻസ് ഇലക്ട്രിക് ആണ് ഉപയോഗിക്കുന്നത്, അല്ലെ? കറണ്ടിലായിട്ട് മീൻസ് പ്ലഗ് ഒക്കെ കണക്ട് ചെയ്ത് കുത്തിക്കൊണ്ട് ആവി പിടിക്കുന്ന ഒരു ഉപകരണമാണത്. ഇന്ന് കണ്ടു. ഓക്കെ. Steam inhaler നോക്കാം. The most common and major benefit നെബുലൈസിൽ മാസ്കിന് പകരം യൂസ് ചെയ്യാം. ഓക്കെ. Steam inhaler നോക്കാം. The most common and major benefit of the natural steam inhalation therapy is it is marvelous way of treating the respiratory problems or complications generated with the warm and moist air while inhaling with the process of steam inhalation. ഒരു എന്തെങ്കിലും സെന്റൻസ് ആണല്ലേ? സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അവസാനിക്കുന്നതാണ് ആ ഒരു സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
നമുക്ക് ചെറുതായിട്ട് പറയാം കേട്ടോ. അപ്പോ സ്റ്റീം ഇൻഹേലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ആവി പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. നേച്ചർ ബെനഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ സ്റ്റീം ഇൻഹാലേഷൻ തെറാപ്പി അല്ലെ, നാച്ചുറൽ ആയിട്ടുള്ള, അതായത് സ്വാഭാവികമായിട്ടുള്ള ഒരു നീരാവിയാണ് നമുക്ക് അതിലൂടെ നമുക്ക് സ്വീകരിക്കുന്നത്, ലഭിക്കുന്നത് അല്ലെ. ഒരു നീരാവിയാണ്, നല്ലൊരു തളച്ചുകൊണ്ടിരിക്കുന്ന നാച്ചുറൽ ആയിട്ട് നമുക്ക് നീരാവി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് മാർവെലിയസ് വേ ഓഫ് ട്രീറ്റിംഗ് ദ റെസ്പിറേറ്ററി പ്രോബ്ലംസ്. മാർവെലിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അത്ഭുതകരമായിട്ടുള്ള ഒരു ചികിത്സയാണത്. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു എന്താ പറയാ, ഒരു അതിൽ നിന്നും ഒരു മോചനം കിട്ടും അല്ലെ. ഇപ്പൊ നമ്മള് കോൾഡ് വരുമ്പോഴും അതുപോലെ തന്നെ പിന്നെ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ ആവി പിടിക്കുന്നത്. കോൾഡ് വരുമ്പോൾ ആവി പിടിക്കും. ചിലവർക്ക് തലവേദനയൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് ആവി പിടിക്കുമ്പോൾ ഒരു ആശ്വാസമൊക്കെ കിട്ടും ഇല്ലേ? ആവി പിടിക്കാറില്ല നിങ്ങളാരും? പിടിക്കാറുണ്ട് അല്ലെ. അപ്പോ എപ്പോഴൊക്കെയാണ് നിങ്ങൾ ആവി പിടിക്കുന്നത്? ഇപ്പൊ നമുക്ക് തലവേദന മുൻകുട്ടികളൊക്കെ വരുമ്പോൾ ആവി പിടിക്കാറുണ്ട്. അതുപോലെ തന്നെ മൂക്കടപ്പൊക്കെ വരുമ്പോഴും ആവി പിടിക്കുന്നത് വളരെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ, അതിൽ നിന്നും ഒരു റിലാക്സേഷൻ ആണ് അല്ലെ. ആ തലക്ക് ഭയങ്കര കനം, അതാണ് ഉദ്ദേശിച്ചത്, തലവേദന അല്ലെ. തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടും തൊണ്ടവേദന അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും നമുക്കിതൊരു അത്ഭുതകരമായ ഒരു ട്രീറ്റ്മെന്റ് ആണെന്ന് അല്ലെ. രോഗം പൂർണ്ണമായിട്ട് മാറിയില്ല എങ്കിലും ഒരു പകുതി നമുക്കൊരു ആശ്വാസം കിട്ടും ആവി പിടിക്കുമ്പോ ഇല്ലേ. ബാക്കി നമ്മള് മെഡിസിൻസ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ആവി കൂടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും അത് കംപ്ലീറ്റ്ലി മാറാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മള് കോവിഡ് വന്ന ടൈമില് എത്ര പ്രാവശ്യം ആവി പിടിക്കുമായിരുന്നു ഇല്ലേ? പിടിക്കുമായിരുന്നോ കോവിഡിന്റെ ആ ഒരു ടൈമില്? അപ്പൊ വെറുതെ എങ്കിലും കോവിഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവി പിടിക്കുമായിരുന്നു ഇല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പിടിച്ചിരുന്നത്? മീൻസ് ആ ഒരു നാച്ചുറൽ ഇൻഹാലേഷൻ ആണത് അല്ലെ. നാച്ചുറൽ സ്റ്റീമാണ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള വൈറസിനെയും മറ്റും നശിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ടൈമില് കൂടുതൽ
ഓക്കെ, ക്ലാസ്സിലുണ്ട് എല്ലാവരും? ഡിസ്കഷൻസിലാണ് എല്ലാവരും? ഓക്കെ, അപ്പൊ ഇവിടെ നല്ല ഇടിവെട്ടും മഴയും അങ്ങനെ റേഞ്ചിന്റെ ഒരു ടെക്നിക്കലി പ്രശ്നം വന്നുകൊണ്ടാണ് കുറച്ചു നേരം ബ്രേക്ക് ആയി പോയി. അപ്പോ ക്ലാസ്സിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുറച്ച് ടൈം നമുക്ക് വേസ്റ്റ് ആയല്ലോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ ഓക്കെ ആണോ? ക്ലിയർ? ക്ലിയർ ആണോ? സ്ക്രീൻ ഓക്കെ ആണോ? ഓക്കെ, then നെക്സ്റ്റ് എക്വിപ്മെന്റ് നോക്കാം കേട്ടോ. സ്റ്റീം ഇൻഹേലർ ആണ് നോക്കിയത്. ഇനി അടുത്ത എക്വിപ്മെന്റ് ആണ് എക്കോ. എക്കോ എക്കോ എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ള ഒന്നായിരിക്കും അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എക്കോ ടെസ്റ്റ് ചെയ്യുന്നത്? എക്കോ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാ? അതിന്റെ യൂസസ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്കോ ടെസ്റ്റ് ചെയ്യുന്നത്. നോക്കാം. The test is also known in the name of echocardiography or diagnostic cardiac ultrasound. Underline cheya. The test is also known. Echo എന്ന് പറഞ്ഞ ടെസ്റ്റ് അറിയപ്പെടുന്നത് echocardiography or diagnostic cardiac ultrasound എന്നീ രണ്ട് പേരുകളിലാണ് നമ്മൾ എക്കോ അറിയപ്പെടുന്നു. നമ്മൾ നോർമലി പറയുമ്പോൾ എക്കോ ടെസ്റ്റ് എന്നാണ് പറയാറ്. എങ്കിലും അതിന്റെ പൂർണ്ണമായിട്ടുള്ളത് എക്കോകാർഡിയോഗ്രഫി എന്നാണ്. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് എന്ന് വിളിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇത് എക്കോ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. An echo uses sound waves to design pictures of your hearts, chambers, valves and the blood vessels, aorta, arteria and veins. Aorta regular in the aorta, arteria. ബയോളജി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ധമനികൾ, മഹാധമനി, സിരകൾ കേട്ടിട്ടുണ്ടോ? ധമനി, മഹാധമനി, സിരകൾ അല്ലെ? അതായത് നമ്മുടെ ഹൃദയത്തിന്റെ അറകള്, വാൽവുകള് അല്ലെ? ഹൃദയത്തിന്റെ അറകള്, ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ഹൃദയത്തിന്റെ വാൽവുകള്, അറകള്, ഭിത്തികള് എന്നിവയോട് ചേർന്നിട്ടുള്ള രക്തക്കുഴലുകൾ അല്ലെ? അതായത് ഈ മഹാധമനിയും മഹാസിരകളും എന്നിവയുടെ ചിത്രങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മോണിറ്ററൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്കോ ടെസ്റ്റ് ചെയ്യുന്നത്. പിക്ചർ നോക്കാം കേട്ടോ. എക്കോ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മളിപ്പോ ഒരു പേഷ്യന്റ് അവിടെ കിടക്കുകയാണ് അല്ലെ, എന്നിട്ട് അതെടുത്തിട്ട് ആ ഒരു ചെസ്റ്റിനോടൊക്കെ ചേർന്നിട്ട് ഒരു ഡോപ്ലർ ആണ് അല്ലെ. ഇപ്പൊ പ്രഗ്നൻസി ടൈമിലുള്ള സ്കാനിങ്ങില് 3 months 5 months സ്കാനിങ്ങിലൊക്കെ ഡോപ്ലർ ഉപയോഗിച്ചിട്ടാണ് സ്കാൻ ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുറച്ച് പേർക്ക് അറിയാൻ പറ്റും അല്ലെ. ഡോപ്ലർ സ്കാനിങ് എന്ന് നമ്മൾ പറയും. അതായത് ഒരു ജെല്ല് പോലത്തെ ഒരു ഇത് നമ്മൾ ഡോപ്ലർ എന്നുള്ളതിനെ പറയുന്നത് ആ ഒരു മെഷീൻ, അത് നമ്മളുടെ ബോഡിയിൽ നമ്മുടെ സ്കിന്നിൽ കറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അതിന്റെ ആ റിസൾട്ട് മോണിറ്ററൈസ് ചെയ്യുന്നു. എല്ലാവരും കമ്പ്യൂട്ടറിൽ കണക്റ്റഡ് ആണ്, മോണിറ്ററിംഗ് ചെയ്യുന്നു. അപ്പൊ ഇത് നമ്മളുടെ ഹൃദയത്തിന്റെ അറകള്, വാൽവുകള്, നമ്മളുടെ ധമനികള് അല്ലെ, നമ്മളുടെ സിരകള്, നമ്മുടെ ബ്ലഡ് വെസൽസുകളും കൃത്യമായിട്ട് നമുക്ക് മോണിറ്ററൈസ് ചെയ്യാനായിട്ട് ഈ ഒരു എക്യുപ്മെന്റിലൂടെ സാധിക്കുന്നു. അറ്റാച്ച് ഇറ്റ് ടു യുവർ സ്കിൻ ആണ് കേട്ടോ, അത് HEAN മാറ്റാ, സ്കിൻ ആക്കാം. അറ്റാച്ച് ഇറ്റ് യുവർ സ്കിൻ, നമ്മളുടെ സ്കിന്നിൽ അറ്റാച്ച് ചെയ്യുക. Then a probe called a transducer is passed over your chest. Transducer എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊർജത്തെ ഒരു മറ്റൊരു രൂപമാക്കി മാറ്റുകയാണ്. അതായത് നമ്മൾ ഈ ഡോപ്ലറിലൂടെ ചെയ്യുമ്പോൾ അതൊരു തരംഗ രൂപയിലേക്ക് കാണിക്കില്ലേ. നിങ്ങൾ മോണിറ്ററിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലോ ഫിലിമിലൊക്കെ നിങ്ങൾ കാണാറില്ലേ? മോണിറ്ററിൽ വരുന്നത് എങ്ങനെയാണ്? മോണിറ്ററിൽ തരംഗ രൂപയിലേക്ക് വരാറില്ലേ? അതായത് ഒരു വേവ് പോലെയൊക്കെ കാണിക്കും മോണിറ്റർ ചെയ്യുമ്പോൾ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? തരംഗ രൂപയിലേക്ക് കാണിക്കില്ലേ? വേവ് പോലെയൊക്കെ കാണിക്കും, അതിന്റെ അളവ് കൃത്യമായിട്ടുള്ളത്. അതാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് ഉദ്ദേശിക്കുന്നത്. തരംഗ രൂപേണ നമ്മുടെ ചെസ്റ്റിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും ഈ ഒരു എക്കോ ടെസ്റ്റിലൂടെ ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പോ നിലവില് 3D ഒക്കെ ആയിട്ടുള്ള എക്കോ ചെയ്യുന്നത് അവൈലബിൾ ആണ്. അപ്പോ ഇങ്ങനെ ചെയ്യുന്നത് കൂടുതലും ജന്മന വൈകല്യങ്ങൾ കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ഇപ്പൊ വാൽവുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ എക്കോ ടെസ്റ്റ് വഴി കണ്ടെത്താൻ സാധിക്കുന്നു. ഇപ്പോ കുഞ്ഞു കുട്ടികളിലാണെങ്കിൽ പോലും, ഇപ്പൊ ന്യൂ ബോൺസിലൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് അവർക്ക് എന്തെങ്കിലും എക്കോ ടെസ്റ്റ് വഴി വാൽവുകളുടെ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ നമുക്ക് എക്കോ ടെസ്റ്റ് വഴി ഈ ഡോക്ടർ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അതാണ് എക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആണോ? ഹാർട്ടിന്റെ ടെസ്റ്റുകള്, ഹൃദയത്തിന്റെ വാൽവുകള്, അറകള്, അതുപോലെ തന്നെ ധമനികള്, രക്തസിരകൾ അല്ലെ, രക്തക്കുഴലുകള് എന്നിവയൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഒരു ഡോപ്ലറിന്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യുന്ന ഒരു ഉപകരണമാണ് എക്കോ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെയാണോ? എക്കോ ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് എക്യുപ്മെന്റ് ആണ് EEG. പിക്ചർ നോക്കാം കേട്ടോ. ഫസ്റ്റ്ലി പിക്ചർ ഐഡന്റിഫൈ ചെയ്യണേ. പിക്ചർ നോക്കാം. EEG അല്ലെ, അവിടെ ഒരു പേഷ്യന്റ്, ഒരു വുമൺ അവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ. എന്താണ് അവിടെ കാണുന്നത്? ഇതിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? തലയ്ക്ക് എന്തോ പറ്റിയേക്കണം, ഹെഡുമായിട്ട് റിലേറ്റഡ് ആണെന്ന് തോന്നിയോ പിക്ചർ കണ്ടപ്പോ? അല്ലെ, അതായത് മീൻസ് നെർവസ് സിസ്റ്റംസ് ആണ്. ഓക്കെ, ദെൻ ഹെഡില് കുറെ വയറുകളും കേബിളുകളും കണക്ട് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ നെർവസ് സിസ്റ്റമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ഉപകരണമാണ്. നോക്കാം. ആൻഡ് EEG is used to find the problems in electrical function of the brain that may be connected with a certain brain disorder. നമ്മളുടെ ബ്രെയിനിലുള്ള മസ്തിഷ്ക വൈകല്യങ്ങൾ അല്ലെ, അതായത് ബ്രെയിനിലുള്ള തലച്ചോറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വൈകല്യങ്ങള് കണ്ടെത്തുന്നതിനായിട്ട് തലച്ചോറിന്റെ വൈദ്യുത പ്രവർത്തനം, നമ്മളുടെ ഒരു തലച്ചോറിനൊരു ഇലക്ട്രിക് ഇതുണ്ടല്ലോ, ആ വൈദ്യുത പ്രവർത്തനത്തിന്റെ പ്രശ്നങ്ങൾ കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് EEG. നമ്മളുടെ ബ്രെയിനിലുള്ള പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ, ബ്രെയിനൊക്കെ കറക്റ്റ് ആയിട്ട് അതിന്റെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതിനുള്ളൊരു എക്യുപ്മെന്റ് ആണ് EEG. കണ്ടോ, ഒത്തിരി ഇലക്ട്രോഡ്സുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ തലയിൽ മൊത്തമായിട്ട് അത് കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അത് ഒരു സ്ക്രീനില് കണ്ടോ, മോണിറ്ററിലൂടെ നമുക്ക് എങ്ങനെയാണ് ഓരോന്നിന്റെ ഫങ്ഷൻസ് എന്ന് കൃത്യമായിട്ട് അത് മോണിറ്ററിൽ രേഖപ്പെടുത്തും. EEGയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയാമോ? ഇലക്ട്രോ എൻസഫാലോഗ്രാം. എഴുതി വെക്കാം കേട്ടോ, അത് ഇലക്ട്രോ എൻസഫാലോഗ്രാം. കമന്റ് ചെയ്യണോ സ്പെല്ലിംഗ്?
electroencephalogram, EEG. ഇത് നമ്മള് electroencephalogram. ഇനി the measurements given by an EEG are used to ഏതെല്ലാം കണ്ടീഷൻസിലാണ് നമ്മൾ EEG ഉപയോഗിക്കുന്നത്, കാരണം ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. Things including seizure disorders such as epilepsy. എന്താ എപ്പിലെപ്സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പിലെപ്സി കേട്ടിട്ടുണ്ടാവും ടേം. നമ്മളുടെ ഹെഡുമായിട്ട് അല്ലെങ്കിൽ ബ്രെയിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു അസുഖമാണത് എപ്പിലെപ്സി. റെഡിയില്ല എപ്പിലെപ്സി അപസ്മാരം കേട്ടിട്ടുണ്ടോ? അത് ബ്രെയിനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ്. നമ്മുടെ ബ്രെയിനിന്റെ ശരിയായിട്ടുള്ള ഒരു ഡിസോർഡർ, ബ്രെയിൻ ഡിസോർഡർ സംഭവിക്കുന്നതാണ് ഈ അപസ്മാരം വരുന്നത്. അപസ്മാരം കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ബോധക്ഷയം വരിക, ഒരു സൈഡിലോട്ടൊക്കെ പെട്ടെന്നായി പോവുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഓക്കെ, എപ്പിലെപ്സി അപസ്മാരം എഴുതി വെക്കാട്ടോ സൈഡില്. ദെൻ ഹെഡ് ഇഞ്ചുറി. ഹെഡ് ഇഞ്ചുറി ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? EEG ടെസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം ബ്രെയിനിൽ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? EEG ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, പിക്ചർ മനസ്സിലാക്കുക. EEG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻസെഫാലോഗ്രാം ആണ്, ഇലക്ട്രോ എൻസെഫാലോഗ്രാം. ദെൻ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയ്സർ ഡിസോർഡേഴ്സ്, അതായത് ബ്രെയിൻ ഡിസോർഡേഴ്സ് ആണ്. എപ്പിലെപ്സി പോലുള്ള അപസ്മാരം അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറി, ഈ കേസസുകൾക്കാണ് നമ്മൾ കൂടുതലായിട്ടും EEG ചെയ്യുന്നത്. നമ്മളുടെ ബ്രെയിനില്ല അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും വീഴ്ചകളൊക്കെ സംഭവിക്കുമ്പോൾ, തലയ്ക്ക് പരിക്കേൽക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഒപ്താൽമോസ്കോപ്പ്. ഈ ഒരു എക്യുപ്മെന്റ് കൂടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം കേട്ടോ. ഒപ്താൽമോസ്കോപ്പ്. ഒപ്താൽമോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഒപ്താൽമോളജി ഐ ആയിട്ടാണ്. അപ്പൊ ഇവിടെയും പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം ചെറിയൊരു എക്യുപ്മെന്റ് ആണ്. കണ്ടോ ആ ഒരു നോസ് ആ പേഷ്യൻസിന് നോക്കുന്നത് കണ്ടോ? ചെറിയൊരു ലെൻസ് പോലത്തെ ഒരു ചെറിയൊരു ഉപകരണമാണത്. നോക്കാം. Ophthalmoscope also called fundoscopy. Underline ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ്. ഒപ്താൽമോസ്കോപ്പ് അറിയപ്പെടുന്നത് ഫണ്ടോസ്കോപ്പി എന്ന് കൂടി അറിയപ്പെടുന്നു. Then ophthalmoscope also called fundoscopy is a test which permits health professional to watch inside the fundus of the eye and other structure using an ophthalmoscope or fundoscope. അതിനെയാണ് നമ്മൾ ഒപ്താൽമോസ്കോപ്പ് എന്ന് വിളിക്കുന്നത്. ചെറിയൊരു ലെൻസ് ഒക്കെ പോലത്തെ ചെറിയൊരു എക്യുപ്മെന്റ് ആണത്. അതിലൂടെ നമ്മുടെ കണ്ണിന്റെ ഇൻസൈഡ് ഉള്ളിലുള്ളതിനെ കാണാനായിട്ട് സാധിക്കുന്നു. ഫണ്ടസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ള ഒരു ഉപരിതലത്തിലുള്ള ഒരു പോർഷൻ ആണ് ഫണ്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മുടെ റെറ്റിനയൊക്കെ ഉൾക്കൊള്ളുന്ന, നമ്മുടെ കണ്ണിന്റെ റെറ്റിന എന്ന് പറയില്ലേ, ഈ റെറ്റിനെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കണ്ണിന്റെ ഒരു ഉപരിതലത്തിലുള്ള ഒരു പാർട്ടാണ് ഫണ്ടസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എക്യുപ്മെന്റിലൂടെ, ചെറിയൊരു ലെൻസ് ഒക്കെ പോലത്തെ ഒരു എക്യുപ്മെന്റ് ആണ്, അതിലൂടെ നമ്മൾക്ക് നേത്ര പരിശോധന അല്ലെ, അത് കൃത്യമായിട്ട് നമ്മുടെ കണ്ണിന്റെ ഉള്ളില ഇന്നർ സൈഡിലെ പോർഷൻസ് ഒക്കെ കൃത്യമായിട്ട് ഈ ഒരു ഇൻസ്ട്രുമെന്റിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ കണ്ണിൽ എന്തെങ്കിലും പൊട്ടലുകളോ വിഴലുകളോ പോറലുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ഈ ഒരു എക്യുപ്മെന്റിലൂടെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നു. ഇനി it is performed as a part of an eye examination and may be performed as a part of customary physical examination. അതായത് ഇപ്പൊ നമുക്ക് ഈ ഒരു ടെസ്റ്റ്, അതായത് ഒപ്താൽമോസ്കോപ്പ്, ഇപ്പൊ നമുക്ക് കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം, ഇപ്പൊ കണ്ണിൽ എന്തെങ്കിലും കുത്തിക്കൊള്ളുകയോ അല്ലെങ്കിൽ കണ്ണിൽ എന്തെങ്കിലും വീഴുകയോ അങ്ങനെ കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോഴും നമുക്ക് ഈ ഒരു ടെസ്റ്റിലൂടെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ കസ്റ്റമറി ഫിസിക്കൽ എക്സാമിനേഷൻ, നമ്മൾ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുമെന്ന് വിചാരിക്കാം. അപ്പോ അത്തരത്തിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒപ്താൽമോസ്കോപ്പ് ടെസ്റ്റ് ചെയ്യാം. കണ്ണിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാണ്, ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഒപ്താൽമോസ്കോപ്പ് വഴി നമുക്ക് കണ്ണിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കുന്നു. അപ്പൊ ഒപ്താൽമോസ്കോപ്പ് എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു ഐ ആണെന്ന് ആദ്യം ഓർക്കുക. ദെൻ എക്യുപ്മെന്റ് ഒന്ന് ഓർത്തിരിക്കുക, ചെറിയൊരു ലെൻസ് പോലെ ഇരിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ദെൻ നമ്മൾ ഇന്നർ സൈഡില് ഫണ്ടസും അതുപോലെ തന്നെ
കണ്ണിനുള്ളിൽ ഇൻസൈഡിലുള്ള കാര്യങ്ങൾ കണ്ടെത്താനാണ് നമ്മൾ ഒഫ്താൽമോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ഒഫ്താൽമോളജി എന്ന് ഓർത്താൽ മതി. അപ്പൊ കണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഒഫ്താൽമോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ക്ലിയർ ആണോ ഒഫ്താൽമോസ്കോപ്പ്? ഓക്കെ, സിമ്പിൾ ആണ് ഈ ചാപ്റ്റർ. പിന്നെ ചില എക്യുപ്മെന്റ്സ് മാത്രം നമുക്ക് അറിയില്ലാത്തതാണ്. അത് കുറച്ചും കൂടി ശ്രദ്ധയോടുകൂടി ജസ്റ്റ് എന്താണോ എക്യുപ്മെന്റ് അതിന്റെ ഉപയോഗം അത്രമാത്രം നമുക്ക് ഇവിടെ പറയാനുള്ളൂ. ഓക്കെ, അപ്പോ 20 എക്യുപ്മെന്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുവരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളെ ഒരു കാര്യം ചെയ്യാം. കാരണം നമ്മൾ ഈ ഒരു ഒത്തിരി എക്യുപ്മെന്റ്സുകൾ പഠിക്കാനുണ്ടല്ലോ. അപ്പോ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ തന്നെ സ്വയം ചെറിയൊരു നോട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. കാരണം ഓരോ എക്യുപ്മെന്റ് എഴുതാം, അതിന്റെ ഉപയോഗം സിമ്പിൾ ആയിട്ട് ഒറ്റ ലൈനിൽ അതിന്റെ ഉപയോഗം എഴുതി വെക്കാം. എഴുതുന്നവരുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. സമയം കിട്ടുന്നത് പോലെ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ഒന്ന് എഴുതി വെക്കുക. അപ്പൊ എക്സാമിന്റെ തലേദിവസം ആയാലും ഈ ഒരു ചാപ്റ്റർ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ പറ്റുന്ന പോലെ ചെയ്യാം. ഓക്കെ, നമ്മൾക്ക് ഇനി അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി അടുത്ത എക്യുപ്മെന്റുകൾ എടുക്കോളൂ. ഇപ്പോ നമ്മള് 20 എക്യുപ്മെന്റ് വരെ ഉണ്ട്. അതുവരെ കൃത്യമായിട്ടൊന്ന് പഠിക്കുക. നമ്മൾ ലാസ്റ്റ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കഴിയുന്നതനുസരിച്ചിട്ട് പഠിച്ചു പോവുക. എടുത്തത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? എക്യുപ്മെന്റ്സുകൾ ഓക്കെ ആണോ? വലിയ ബുദ്ധിമുട്ടില്ലല്ലോ ഈ ഒരു ചാപ്റ്റർ? then കുറച്ച് ടൈം നമുക്ക് ബ്രേക്ക് ആയ ക്ലാസ്. ഇത് നമ്മൾ ടെക്നിക്കൽ മീൻസ് എന്താ പറയാ, നല്ല ഇടിവെട്ടും മഴയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് നെറ്റ് കുറച്ച് ഇഷ്യൂ വന്നതുകൊണ്ടാണ് ബ്രേക്ക് ആയത്. അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഫാസ്റ്റിൽ നമ്മൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ ആണല്ലോ? ക്ലിയർലി പറഞ്ഞത്? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. 20 എക്യുപ്മെന്റ്സ് വരെ നോക്കി വരിക. അതിനുള്ളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലൊക്കെ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.